ഹേ ഗൈസ്, ഇന്നൊരു ചെറിയ ഔട്ടിങ് ഷോപ്പിംഗ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാനും എൻ്റെ 2 കസിൻസും കൂടെ കണ്ണൂർ മിഡോസിൽ കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസും വാങ്ങി. പിന്നെ കണ്ണൂർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് നിരങ്ങി. അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണിത് കേട്ടോ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരിലേക്ക് ഞങ്ങൾ KSRTC പോകുന്നത്. ബസ്സിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. സൺഡേ ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, അധികം തിക്കും തിരക്കും ക്ഷീണമൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ പെട്ടെന്ന് കണ്ണൂരെത്തി. ക്ഷീണവും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലെങ്കിൽ എന്താ, ഫുഡ് മുഖ്യം. അതുകൊണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ ബേക്കിലുള്ള കടകളിൽ ഈ ചില്ലുകൂട്ടിൽ കൂടുതൽ വെറൈറ്റീസ് കണ്ട ഒരു കടയിലേക്ക് ഞങ്ങൾ അടിച്ചു കയറി. അവിടെ നിന്ന് കാണാൻ നല്ല മുഞ്ചുള്ള പേരെന്താണെന്നറിയാത്ത ഒരു എഗ്ഗിൻ്റെ സ്നാക്സും പിന്നെ ലൈം ജ്യൂസും ഞങ്ങൾ കഴിച്ചു. ലഞ്ചിൻ്റെ ടൈം ആയിരുന്നില്ല, അതുകൊണ്ട് ഒരു താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി ഇതങ്ങോട്ട് തട്ടി. അതിനുശേഷം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഓട്ടോയും പിടിച്ച് നേരെ മിഡോസിലേക്ക്. മിഡോസ് എന്താണെന്നല്ല, ഈ ബ്യൂട്ടി കോസ്മെറ്റിക്സ്, ഒരു സലൂണ് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ ഒക്കെ വേണ്ട കംപ്ലീറ്റ് ഐറ്റംസ് ഇൻക്ലൂഡിങ് ഫർണിച്ചേഴ്സ് എല്ലാം ഉള്ള ഒരു വലിയ ഷോറൂമാണ് മിഡോസ്. ഞാനിവിടെ ഫസ്റ്റ് ടൈം ആട്ടോ. ഞാൻ എൻ്റെ കോസ്മെറ്റിക്സൊക്കെ എടുക്കുന്നത് കാലിക്കറ്റ്, കൊച്ചി ഒക്കെ ആയിരുന്നു. കണ്ണൂരിൽ ആദ്യമായിട്ടാണ് ഞാനിതിൻ്റെ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങുന്നത്. കണ്ണൂർ ബാങ്ക് റോഡിലെ ഗ്ലോബൽ വില്ലേജിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ഒക്കെയാണ് മിഡോസ് വരുന്നത്. പറഞ്ഞില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ. ഞാൻ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കയറിയത്. ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ കയറി പോവുകയാണ് ചെയ്തത്. ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് സലൂൺ ഐറ്റംസ് ആണ്. സലൂണിൻ്റെ ചെറിയ എക്യുപ്മെൻറ്റ്സും ഗാഡ്ജറ്റ്സും പിന്നെ ഡമ്മി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് കോസ്മെറ്റിക്സ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ ഷോപ്പിംഗ് തുടങ്ങുകയാണ് ഗൈസ്. ഫസ്റ്റ് എനിക്ക് നോക്കാനുണ്ടായിരുന്നത് ഒരു ഫൗണ്ടേഷനാണ്. ഞാൻ 4 Hour 52ൻ്റെ ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറയാം കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നത് ഈ കാലിക്കറ്റും കൊച്ചിയിലൊക്കെയുള്ള ഈ മിഡാസിൻ്റെ ബ്രാഞ്ചാണ് ഈ വരുന്നതെന്ന്. പക്ഷേ ഇത് മിഡാസിൻ്റെ ബ്രാഞ്ചല്ല, ഇത് അതിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെ കുറേ നേരത്തെ ഉരച്ച് നോക്കലും തേച്ച് നോക്കലും ടെസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ 4 Hour 52ൻ്റെ 2 ഷെയ്ഡ്സ് എടുത്തു. ഒരു ഡാർക്ക് ഷെയ്ഡും ഒരു ലൈറ്റ് ഷെയ്ഡുമായിട്ട് 2 ഫൗണ്ടേഷൻ എടുത്തു. അടുത്ത് എനിക്ക് ആവശ്യമുള്ളത് ഹെയർ എക്സ്റ്റൻഷൻ ആയിരുന്നു. അധികം കേളിയല്ല, സ്ട്രെയിറ്റ് അല്ലാത്ത ഒരു വേവി ടെക്സ്ചറുള്ള ഒരു ഹെയർ എക്സ്റ്റൻഷൻ, അധികം തിക്കില്ലാത്ത ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഞാൻ എടുത്തു. അതിന് ശേഷം ഞാൻ കുറച്ച് ഐലാഷസ് നോക്കി, അതും എടുത്തു. പിന്നെയും കുറച്ച് സാധനങ്ങൾ എടുത്തു കേട്ടോ. ഹെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ്, ആക്സസറീസ്, പിന്നെ ലിപ് ലൈനർ, ലിപ് ബാം, സ്റ്റിക്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നില്ല. മുഴുവനും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ മണിക്കൂറുകളോളം നീളും. അതുകൊണ്ട് ഞാനതങ്ങോട്ട് ചുരുക്കുകയാണ്. അപ്പം ഞാനിവരുടെ ഷോപ്പിലെ ഈ കോസ്മെറ്റിക്സ് ഐറ്റംസ് മാത്രം കുറച്ച് ഞാനൊന്ന് കാണിച്ചു തരാം, അതിൻ്റെ കളക്ഷൻസ്. സോറി, ഞാനല്ല, ഇതാണ് ക്യാമറമാൻ. ഇതൊക്കെ ഫേഷ്യൽ മസാജിനുള്ള ഗാഡ്ജറ്റുകളാണ് കേട്ടോ. കണ്ടുപരിചയമുണ്ടാവും. ഇത് നെയിൽ പോളിഷ്, പിന്നെ ഫൗണ്ടേഷൻസൊക്കെ കുറേ ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. പിന്നെ ഉള്ളത് മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, സിറം, അങ്ങനെയുള്ള നമ്മുടെ സ്കിൻ കെയർ ഐറ്റംസാണ്. അതും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. പ്ലം, പ്ലിക്സ്, പോൺസ്, സെറ്റാഫിൽ, അങ്ങനെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെത്. VLCC, ഞാൻ കുറേ എണ്ണം കണ്ടിട്ടുണ്ട്, എല്ലാം ഞാൻ ഓർക്കുന്നില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ ജ്വല്ലറീസാണ്. ഭയങ്കര വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ജ്വല്ലറീസ് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ഈ റിസപ്ഷനും ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ കോസ്മെറ്റിക്സിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഫ്ലോറിൽ സലൂൺ ഐറ്റംസ് ഉള്ള ആ സെക്ഷനിലേക്ക് ഞാനൊന്ന് പോയി. അവിടെ ഒരു നോർമൽ ഹൈഡ്രാ ഫേഷ്യൽ മെഷീൻ്റെ റേറ്റൊക്കെ ചോദിച്ചപ്പോഴാണ് 14 ഗാഡ്ജറ്റ് ഉള്ള ഒരു ഹൈഡ്രാ ഫേഷ്യലിൻ്റെ മെഷീൻ അവരെനിക്ക് പരിചയപ്പെടുത്തത്. അപ്പോൾ അത് ഞാനതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അതിനുശേഷം കുറച്ച് ഫേഷ്യൽ കിറ്റ്സൊക്കെ നോക്കി. വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഫേഷ്യൽ കിറ്റ്സൊക്കെ നോക്കുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ആ സന്തോഷത്തിൽ ഞാൻ മിഡോസിനോട് വിട പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണ്. ഫുഡിനൊരു സ്പോട്ട് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ കുറച്ച് കഷ്ടപ്പാടായിരുന്നു. അവിടെ അടുത്തങ്ങ് ഉണ്ടായിട്ടാണോ ഇനി ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാനിട്ടാണോ എന്നറിയില്ല, കുറച്ചധികം അലഞ്ഞിരിഞ്ഞു കഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. നല്ല ആംബിയൻസ്, നല്ല സർവീസും ആയിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യമല്ലേ,
അത് കഴിച്ചിട്ട് പറയാം കേട്ടോ. ഞങ്ങളവിടുത്തെ മെനു കാർഡ് മുഴുവൻ അരിച്ച് പെറുക്കി പഠിച്ച് അവസാനം സ്ഥിരം ബിരിയാണി ഓർഡർ ചെയ്തു. കാണാനും ഉഞ്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ലൈഫിൽ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും വേഴ്സ് ബിരിയാണി ആയിരുന്നു ഇത് കേട്ടോ. ബിരിയാണി ഫ്ലോപ്പായിട്ട് ഇരിക്കുന്നതിൻ്റെ എക്സ്പ്രഷനാണ് ഇവരുടെ മുഖത്ത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബിരിയാണി ഫ്ലോപ്പായതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി എങ്ങോട്ടേലും ഒന്ന് പോകണ്ടേ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോയും പിടിച്ച് നേരെ ലൈറ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് 2 എൻട്രൻസാണ് വരുന്നത്. ഫസ്റ്റിലത്തെ ലൈറ്റ് ഹൗസിലേക്കും മ്യൂസിയത്തിലേക്കുള്ളത്, രണ്ടാമത്തേതാണ് ബീച്ചിലേക്കുള്ളത്. ഞങ്ങൾ ആദ്യം ബീച്ചിലേക്കുള്ള ടിക്കറ്റാണ് എടുത്തത്. 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. അടിപൊളി സ്ഥലമാണ്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസൊക്കെ ആയിട്ട് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണിത്. ഞങ്ങൾ 2 മണിക്ക് എങ്ങനെയാണ് അവിടെ പോയത്. അതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഞങ്ങളെപ്പോലെ തന്നെ നട്ടുച്ചയ്ക്ക് ബീച്ചിൽ വന്ന് വെയിലും കൊണ്ട് നടക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെറിയൊരു ഐസ്ക്രീം, ഈ കൂൾ ഡ്രിങ്ക്സൊക്കെ കിട്ടുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ഏരിയയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പ്, ഊഞ്ഞാൽ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ കൂടെയുള്ള കുട്ടികളും കൂടെ വെയിലത്തിരുന്ന് ഊഞ്ഞാലൊക്കെ ആടി ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് ലൈറ്റ് ഹൗസിലേക്ക് പോയി. ഓൾറെഡി വെയിലുകൊണ്ട് വല്ലാണ്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹൈറ്റിൽ കിടക്കുന്ന സാധനമാണ് ലൈറ്റ് ഹൗസ്. എനിക്ക് കയറാൻ ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് കയറേണ്ടി വന്നു. കയറിപ്പോവാൻ നല്ല ആവേശമായിരുന്നു. പകുതി ആയപ്പോഴേക്കും കുറച്ചൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്നായി. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ ആ ബ്യൂട്ടിഫുൾ വ്യൂവിലേക്ക് എത്തി. അതെ, കരയും കടലും ആകാശവും എല്ലാം കൂടെ ഒരൊറ്റ ഫ്രെയിമിൽ. കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി. മേലോട്ട് കയറുമ്പോൾ ചാടിക്കേറിപ്പോയവർക്കൊന്നും ഇറങ്ങുമ്പോൾ ആവേശം കാണുന്നില്ല കേട്ടോ. താഴത്തേക്ക് ഇറങ്ങി ഒരു നീണ്ട റെസ്റ്റായിരുന്നു. റെസ്റ്റും കഴിഞ്ഞ് അടുത്ത വണ്ടിക്ക് ഞങ്ങൾ വീഡിയോ പിടിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.